എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലെ ജീവിതം ഒരു സൗഖ്യത്തോടെ ജീവിക്കണം. 30-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ ദാവീദ് ചമയ്ക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വചനം, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സന്ദേശമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തെ അശുദ്ധമാക്കി, ഈ ശരീരത്തിനെ പാപത്തിന് ഇരയാക്കി, ഈ ശരീരത്തിൽ മാറാ രോഗങ്ങളെ കുത്തിക്കയറ്റി നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന അന്ധകാര പൈശാചിക ത്രിമൂർത്തി ശക്തികൾ നിന്റെ ആരോഗ്യ തലത്തെ കാർന്നു തിന്നുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുക, ഒരു നിലവിളിയിൽ നിന്റെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കും. ബൈബിളിലൊരു വാക്യമായി, ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യവും വരുത്തി നിന്നെ ഞാൻ സൗഖ്യമാക്കും. നിന്റെ രോഗം ശമിപ്പിക്കും. നിന്റെ ശരീരത്തിലേക്ക് ആരോഗ്യം വരും, നീ സൗഖ്യമാണ്. ബൈബിൾ പഠിക്കുമ്പോൾ രോഗമുണ്ട്, രോഗാത്മാവുണ്ട്, രോഗബന്ധനമുണ്ട്, നിത്യ രോഗമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രോഗത്തിൻ്റെ ബാധകൾ നിന്റെ ശരീരാത്മദേഹികളെ കയറി വരിഞ്ഞു മുറുക്കുമ്പോൾ ദൈവവചനം നിന്നോട് പറയുക, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം സൗഖ്യമാക്കും. ഒരു വാക്യമാണ്, അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ രോഗക്കിടക്ക മാറ്റിവിരിക്കാൻ കഴിവുള്ള യേശു, ഒരിക്കലും മാറാത്ത മാരക രോഗം നിന്റെ ആരോഗ്യത്തെയും ഭാവിയെയും കീഴടക്കിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. കാൽവറിയിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ ശബ്ദം അറിയാമോ? എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യമാക്കുന്നവൻ യേശുവാണ്. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇന്ന് ചിലരെ സൗഖ്യമാക്കുന്ന കൃപ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിൽക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ദുഷ്ടശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ടുപോകട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. അവരെ സൗഖ്യമാക്കണം കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഗോഡ് ബ്ലെസ് യു.